മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം എന്ന വിഷയമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഈ ബേസിക് നീഡ്സ്, ഏറ്റവും അത്യാവശ്യമുള്ളത് വേണ്ടി ശ്രമിക്കുന്നത് നമ്മൾ കുറെയൊക്കെ വിജയിക്കും. 3 നേരം ഭക്ഷണം അല്ലെങ്കിൽ 4 നേരം ഭക്ഷണം, കുറച്ച് കൊള്ളാവുന്ന ഒരു ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് വിജയിക്കാറുണ്ട് എല്ലാവരും. പക്ഷെ ഒരാളും തൃപ്തരല്ല. വിജയിച്ചതൊന്നും തൃപ്തി പോരാ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ, ലോകം മുഴുവനും അറിയപ്പെടുന്ന കാര്യങ്ങൾ. ലോകം മുഴുവനും അറിയില്ലെങ്കിലും നമ്മുടെ താലൂക്കിലോ ജില്ലയിലോ പഞ്ചായത്തിലോ വാർഡിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മളെ അറിയണം. അതിനുവേണ്ടി എനിക്ക് അതാവണം ഇതാവണം നമ്മളിങ്ങനെ ഇതൊക്കെ നടക്കുകയാണ്. അതൊന്നും ഇതിനൊന്നും നമുക്ക് ബഹുഭൂരിപക്ഷവും നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ. വേറെ പലർക്കും കിട്ടിയത് കണ്ടാണ് നമ്മൾ ഈ ബഹളം കാണിക്കുന്നത്. അവർക്ക് ഒരാളിനോ ഒരാളിനോ ഒന്ന് കിട്ടിയിട്ടുണ്ടാവും. ഈ ലോകത്ത് 30 പേർക്ക് 30 കാര്യം കിട്ടിയെങ്കിൽ അത് ഓരോന്നാണ്. നമ്മൾ ആ 30 വേണമെന്നാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ചന്ദ്രനിൽ പോയി, ആരെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറി അവർ പേരെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കും കൂടെ എവറസ്റ്റ് കൊടുമുടി കയറണം എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ മനസ്സ് പറയുന്നത് നിനക്കെന്തുകൊണ്ട് കയറിക്കൂടാ. പ്രത്യേകിച്ച് കൗമാര പ്രായത്തിലാണ് ഏറ്റവും വലിയ കുഴപ്പം തുടങ്ങുന്നത്. എന്തുകൊണ്ട് അതായിക്കൂടാ ഇതായി? കാരണം സമൂഹം പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണൂ, നിങ്ങൾ ആഗ്രഹിക്കൂ, നിങ്ങൾ വ്യാമോഹിക്കൂ, അപ്പോഴാണ് നിങ്ങൾ 100 സ്വപ്നം കാണുമ്പോഴാണ് ഒന്നെങ്കിലും കിട്ടുന്നത് എന്നാണ് നമ്മളെ സമൂഹം പഠിപ്പിക്കുന്നത്. അത് ശരിയാണെന്ന് നമ്മൾ ധരിക്കുന്നു, നമ്മൾ അതിന്റെ പിന്നാലെ ഓടുന്നു. വാസ്തവത്തിൽ ഈ വ്യാമോഹങ്ങൾ, അതിന്റെ അർത്ഥം തന്നെ വ്യാമോഹം എന്നാണ്, വ്യർത്ഥമായ മോഹം എന്നാണ്. മോഹം തന്നെ ഒരു വേസ്റ്റാണ്, മോഹം തന്നെ സങ്കല്പമാണ്. ആഗ്രഹം വേറെ കുഴപ്പമില്ലാത്ത കാര്യമാണ്. മോഹം എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മളെ മോഹിപ്പിക്കുന്നത് എന്നാണ്. മോഹിപ്പിക്കുന്നത്, മോഹിനി, മോഹിപ്പിക്കുന്നത് എന്നുവെച്ചാൽ അത് കിട്ടിയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നുന്നത്. അതിന്റെ അടുത്ത വാക്കാണ് വ്യാമോഹം. ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പം മോഹവും വ്യാമോഹവുമായ കുറേ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നു. ഒരു 15 വയസ്സൊക്കെ ആകുമ്പം മനസ്സിൽ ഒരു ഇഞ്ച് ബാക്കിയില്ലാതെ വ്യാമോഹങ്ങൾ കൊണ്ട് നമ്മൾ നിറയപ്പെടും. പിന്നെ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് പിന്നെ ഇത് നിർത്തുമ്പോൾ 90 വയസ്സാവും, ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ. ഇതിനിടയിൽ നമ്മൾ ഓടി 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 തളരും. നമ്മളെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ലോകം മുഴുവനും കീഴടക്കാൻ ശ്രമിച്ചു. അവസാനം 32ാമത്തെ വയസ്സിൽ ബാബിലോണിയയിൽ വെച്ച് ഒരു പനി വന്ന് മരിച്ചു. ലോകം മുഴുവനും കീഴടക്കിയതാ. അതുപോലെ ലോകം മുഴുവൻ കീഴടക്കാൻ ഇപ്പോഴും ഇന്നലെയും മെഞ്ഞാന്നൊക്കെ നമ്മൾ TV കൂടെ കാണുന്നത് മുഴുവനും ലോകം കീഴടക്കാനുള്ള മനുഷ്യന്റെ ശ്രമമാണ്. ലോകം മുഴുവനുള്ള ആൾക്കാർ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ വിജയിക്കാൻ? അതായത് നമ്മൾ ബേസിക് നീഡ്സിന് വേണ്ടിയായിരുന്നു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അതൊക്കെ ഈശ്വരൻ നമുക്ക് തരുന്നുണ്ട്, നമുക്ക് കിട്ടിയതാണ്. പക്ഷെ ഒരൊറ്റ ഒന്നിനെ നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് അതൊന്നും പോരാ. ഭക്ഷണമൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ഇതല്ലല്ലോ, നമുക്കെല്ലാം ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അതെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ വ്യാമോഹങ്ങളുടെ പിന്നാലെ പോകുന്നു. നമുക്ക് എത്ര അതികഠിനമായി നമ്മൾ ശ്രമിച്ചാലും, എല്ലാവരും ചെയ്യുന്നുണ്ട്, അതികഠിനമായി ശ്രമിച്ചാലും വളരെ അപൂർവമായി നമ്മൾ മാത്രമേ ചിലത് വിജയിക്കാറുള്ളൂ. ബഹുഭൂരിപക്ഷവും മനുഷ്യൻ പരാജയപ്പെടുന്നു, കിട്ടാതെ പോകുന്നു. ഇനി വിജയിക്കുന്നവർ തന്നെ വിജയിച്ചതിനു ശേഷം അവർക്ക് നിരാശാബോധം ഉണ്ടാവുന്നു. കാരണം വിജയിച്ചു കഴിഞ്ഞാൽ മനസ്സ് പറയും ഇവിടെയല്ല, അപ്പുറത്ത് അവിടെ എത്തണം. നീ ഇപ്പൊ കേരളത്തിൽ നമ്പർ 1 ആയുള്ളൂ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ജില്ലയിലേ ആയുള്ളൂ, കേരളത്തിൽ അറിയപ്പെടൂ. അപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ടു. അപ്പൊ പറയും കേരളത്തിൽ അറിയപ്പെട്ടിട്ട് കാര്യമില്ല. എത്രയോ പേര് ദക്ഷിണേന്ത്യ മൊത്തം അറിയപ്പെടുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യ മൊത്തം ആവുന്നു, പിന്നെ ഇന്ത്യ മൊത്തം ആവുന്നു, പോരാ, പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കണം. അതായത് ലോകം മുഴുവനും അറിയണമെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് പരാജയപ്പെടുന്നവന് അതിന്റെ ദുഃഖം, വിജയിച്ചവന് ഇനി അടുത്ത വിജയിക്കാനുള്ള ആവശ്യവും മോഹവും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ആഗ്രഹങ്ങളാവാം, ആവശ്യങ്ങളാവാം. അതിന് നമ്മൾ പരിമിതി വെക്കുക. നമ്മുടെ മനസ്സ് നമ്മളെ ഇട്ട് ഓട്ടിക്കുന്നത് പോലെ നമ്മൾ വ്യാമോഹങ്ങളുടെയും ആസക്തിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പോലും പറ്റില്ല. നമ്മൾ ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നമ്മൾ ആസക്തിയിൽപ്പെടും. അതിൽപ്പെട്ട് കഴിഞ്ഞാൽ ലഹരിയായാലും സന്തോഷം അനുഭവിക്കാനാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത്. അതിന്റെ പിടിയിലായാൽ പിന്നെ നമുക്ക് ഈ ജന്മത്തിൽ അതിൽ നിന്ന് മോചനമില്ല. അത് ലഹരി മാത്രമല്ല, എല്ലാം ലഹരിയാണല്ലോ. എനിക്കൊരു ക്രിക്കറ്റർ ആവണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, എനിക്ക് ക്രിക്കറ്റ് കളിക്കാരനായിട്ട് ഇന്ത്യൻ ടീമിൽ കയറണം എന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് ലഹരിയാണ്.
എനിക്ക് 1-ാം റാങ്ക് വാങ്ങണം, നാസയിലെ എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അത് ലഹരിയാണ്. ഈ ലഹരി നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആസക്തരായാൽ അത് അധികാരമാവട്ടെ, പ്രശസ്തിയാവട്ടെ, പിന്നെന്താ പണം. ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ വിടാതെ പിടിക്കുന്നത് പണമാണ്. പണം എത്ര ഉണ്ടാക്കിയാലും നമുക്ക് തൃപ്തി വരില്ല. ആദ്യം കുറച്ച് മതി എന്നൊക്കെ തോന്നും, കാരണം ഒന്നുമില്ലാത്ത സമയത്ത് കുറച്ച് മതി എന്ന് തോന്നും. അത് കിട്ടിയാലോ അത് അങ്ങോട്ട് തുടങ്ങും. ഈ ലോകത്ത് ഇതുവരെ ഒരു മനുഷ്യനും എനിക്ക് പണം മതിയായി എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കഥയിൽ പോലും കേൾക്കുന്നില്ല. കാരണം കയറി പിടിച്ചാൽ അത് വിടില്ല. നമ്മളൊന്ന് മനസ്സിലാക്കൂ, ഇതിനെല്ലാം ജീവനുണ്ട്. നമ്മളെ ധാരണ അതിന് ജീവൻ ഇല്ലെന്നാണ്. സ്വർണത്തിന് ജീവൻ സ്ത്രീകൾക്ക് അറിയാമല്ലോ, പുരുഷനും മോശമല്ല. സ്വർണത്തിന്റെ ജീവൻ, അതിന് ജീവനില്ലാത്തൊരു മൃതവസ്തുവാണ്. നമുക്ക് ഒരു രീതിയിലും അതിനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് തുല്യം 10 കിലോ സ്വർണം നമുക്ക് പോരാ. നമുക്ക് വെള്ളം ദാഹിച്ച് നമ്മൾ ഇങ്ങനെ തൊണ്ട വരണ്ട് മരുഭൂമിയിൽ കൂടെ നടക്കുകയാണ്. നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം. അപ്പോഴാണ് ഒട്ടകത്തിന്റെ പുറത്തൂടെ മുതലാളി എന്ന് പറയുന്നു, എന്റെ കയ്യിൽ വെള്ളമില്ല, 100 കിലോ സ്വർണ്ണമുണ്ട്, തോളിൽ വെച്ച് തരാം, പറ്റുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് വെള്ളമാണ് വേണ്ടത്. അതും അഴുക്ക് ചാലിലെ വെള്ളമായി നമ്മൾ കുടിക്കും. നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. നമുക്ക് ആ രംഗത്ത് നമ്മൾ പോകാത്തോണ്ടാ. നമ്മൾ എന്തും ചെയ്യും, രക്തം വരെ കുടിക്കും ആ സമയത്ത് നമ്മൾ. അത്രയ്ക്ക് കാരണം മരണമാണ്. പിന്നെ വെള്ളം ദാഹിച്ച് മൊത്തം നിർലീകരണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മരണമാണ്. അപ്പൊ അതിന്റെ വെപ്രാളം നമുക്ക് ചിന്തിക്കൂ. ആ സമയത്ത് പറയാണ്, 100 കിലോ സ്വർണം ഒന്ന് ഇതുവരെ നിനക്ക് ഇവിടെ നിന്ന് അതുവരെ കൊണ്ടെത്തിച്ചാൽ നീ അതിന്റെ മുക്കാലെടുത്തോ ഫുള്ളും എടുത്തോ. അപ്പൊ സ്വർണത്തിന്റെ വില നോക്കൂ, വട്ടപൂജ്യം. അങ്ങനെ വട്ടപൂജ്യമായ സ്വർണത്തിന് ജീവനില്ലാന്ന് നമുക്ക് തോന്നുന്നതാണ്. അത് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സാധനമാണ്. അതൊരു വല്ലാത്ത സാധനമാണ്. ഒന്നാമതിപ്പോ അതിന് മൂല്യമുള്ളത് കൊണ്ട്, അത് കൊടുത്താൽ പണം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അതിനേക്കാൾ വലിയ ഒരു ആകർഷണം. അത് സ്വർണത്തിനുണ്ട്, കറൻസി നോട്ടിനുണ്ട്. ഈ ലോകത്ത് ഏതിനാ ഇല്ലാത്തത്? ഏതിനുമാണ്. ഞാൻ ബാക്കി എല്ലാ വിഷയവും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഏതിനാണ് ഇല്ലാത്തത്? നമ്മളെ വെറുതെ വിടുന്നത് ഏതുണ്ട്? നമ്മൾ എന്ത് കണ്ടാലും, നമ്മൾ എന്ത് കേട്ടാലും, നമ്മൾ എന്ത് സ്പർശിച്ചാലും അതെല്ലാം നമുക്ക് വേണം. ഏതും നമുക്ക് വേണമെന്നാണ്. 5 ഇന്ദ്രിയങ്ങളുണ്ട്, അത് 500 ഇന്ദ്രിയങ്ങളുടെ പണി ചെയ്യും. അവരെല്ലാം പറയുന്നത് എല്ലാം നമുക്ക് വരട്ടെ, എനിക്കിരിക്കട്ടെ എന്നാണ്. അത് നമ്മുടെ ആഗ്രഹമാണ്. അതാണ് നമ്മുടെ മോഹം. സൂക്ഷിക്കുക, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വിടില്ല, നമ്മുടെ മനസ്സ് നമ്മളെ വിടില്ല. അവരെല്ലാവരും കൂടെ നമ്മളെ ആഗ്രഹത്തിന്റെ പിന്നാലെ പായിപ്പിച്ച് സമാധാനം ഇല്ലാതാക്കി മരിക്കുന്നു. സമാധാനത്തോടെ ഈ ലോകത്ത് മരിക്കുന്നവരുടെ എണ്ണം വളരെ 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 കുറവാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതെ എത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. വേണമെങ്കിൽ ശ്രമിച്ചാൽ പറ്റും. വളരെ ബുദ്ധിമുട്ടാണ്. അത് ഈശ്വരന്റെ സഹായം വേണം. ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൊണ്ടുവന്ന് അവിടെ അർപ്പിച്ചാൽ ക്രമേണ അവിടെ നിന്ന് സഹായിക്കുന്നതാണ് നമ്മൾ ഈ ആഗ്രഹം ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. അങ്ങനെ വരുന്ന ഒരാളിനെ സമാധാനത്തോടെ ഇവിടെ കുറച്ചു കാലം ജീവിക്കുകയും അത് കഴിഞ്ഞ് മരിക്കാനും പറ്റുള്ളൂ. വാസ്തവത്തിൽ എപ്പോഴും വേണമെങ്കിലും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. പക്ഷെ നമ്മൾ സ്വയം തീരുമാനിക്കണം. നമ്മൾ സ്വയം തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തീരുമാനിക്കണം. നമ്മുടെ മനസ്സ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മളെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചിട്ട് പറയണം, നീ മിണ്ടാതെ അവിടെ ഇരുന്നോ, നീ ആഗ്രഹിക്കണ്ട, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്ന് നമ്മളെ മനസ്സിനോട് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ വേറെ, മനസ്സ് വേറെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ തമ്മിൽ സംസാരിക്കാറുണ്ടല്ലോ. മനസ്സിനകത്ത് നമ്മളെപ്പോഴും ഉള്ളിൽ സംസാരിക്കാറുണ്ടല്ലോ, 2 പേരായിട്ട് ചേർന്ന്. അത് വേണോ? അല്ല അത് വേണ്ട. ഇത് വേണോ? ഇല്ല ഇത് വേണ്ട. അങ്ങോട്ട് പോകണോ? അല്ല ഇപ്പൊ പോണ്ട. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും നമ്മുടെ മനസ്സിൽ 2 പേര് സംസാരിക്കുന്നുണ്ട്. ഈ 2 പേരിൽ ഒന്ന് നമ്മുടെ ബുദ്ധിയും മറ്റൊന്ന് മനസ്സുമാണ്. നമ്മുടെ വിവേകവും നമ്മുടെ വിചാരവുമാണ്. നമ്മളെ ഉള്ളിൽ തന്നെ 2 പേരുണ്ട്. പക്ഷെ ഈ 2 പേരിൽ ഒരാള് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതായത് ഇതിന്റെ ബുദ്ധിയും വിവേകവും ഒന്നും ഒരിക്കലും അടങ്ങുന്നില്ല. ഈശ്വരനെ നമ്മൾ വിളിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് യാതൊരു ഉപയോഗവും ഇല്ല. ഈശ്വരനെ നമ്മൾ വിളിക്കുന്നില്ല, അതുകൊണ്ട് നമ്മുടെ വിവേകം വർക്ക് ചെയ്യുന്നില്ല. നമുക്ക് സെൻസ് വർക്ക് ചെയ്യുന്നില്ല, നമ്മുടെ ഉള്ളിലെ സെൻസ്. പകരം നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ മനസ്സും കൂടെ നമ്മളെ എടുത്ത് വലിച്ചെറിഞ്ഞെറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പകരം മനസ്സിനോട് പറയുക, അല്ലെങ്കിൽ മനസ്സിലൊരു ആഗ്രഹം വരുമ്പോൾ നമ്മൾ പറയുക, ഇത് നിന്റെ ആഗ്രഹമല്ലേ, അവിടെ ഇരിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കൂ. നമ്മൾ മനസ്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോഴും പറയും, വളരെ കൂടുതൽ പറയേണ്ടി വരും. മനസ്സെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പറഞ്ഞാൽ കേൾക്കുന്ന സാധനമല്ല. ഇപ്പൊ നമ്മൾക്ക് ഒരാളിന് ഇവിടെ ഇരിക്കുന്ന ഒരാളിന് 40 വയസ്സുണ്ടെന്ന് വെച്ചോളൂ, 40 വയസ്സുണ്ടെന്ന് വെച്ചോളൂ. ഈ 45 വർഷമായി മനസ്സാണ് ഇവനെ നിയന്ത്രിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് മനസ്സിനോട് പറയാണ് നീ അവിടെ ഇരിയെന്ന് പറഞ്ഞാൽ മനസ്സ് വിടില്ല നമ്മളെ.
നമ്മുടെ ശരീരം നമ്മളെ വിടുന്നില്ലല്ലോ. നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ശരീരം കേൾക്കുന്നില്ലല്ലോ. ഒരു 10 മിനിറ്റ് നമ്മൾ സ്വസ്ഥമായിട്ട് ഞാൻ ഒന്ന് കാലമടക്കി ഇരിക്കാം എന്നും പറഞ്ഞിട്ടൊന്ന് ഇരുന്ന് നോക്കൂ. ബോധത്തോടുകൂടി ഇരുന്ന് നോക്കൂ. നമ്മളിപ്പോ ബോധമില്ലാതെയാണ് ഇരിപ്പും കിടപ്പും നടപ്പും ഒക്കെ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പറയാണ് ഞാനിതാ അരമണിക്കൂർ ഇവിടെ ഒരു പത്മാസനത്തിൽ ഇരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അല്ലാതെ എങ്ങനെയെങ്കിലും ഇരിക്കുകയാണ്, ഞാൻ അനങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇന്ന് എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കൂ. ഒരു രക്ഷയുമില്ല. നമ്മുടെ മനസ്സിനറിയാലോ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോവുകയാണെന്ന്. ഉടൻ തന്നെ ശരീരം ഓരോ ഭാഗമായിട്ട് കഴിച്ചു തുടങ്ങും. നമുക്ക് എങ്ങനെയും കാലെടുത്ത് നീട്ടി വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞു തുടങ്ങും. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇപ്പുറത്തെ മുട്ട് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നിട്ട് നമ്മളെ പിന്നെ ക്രമേണ അതാണ് ഈ മെഡിറ്റേഷനിൽ ഇരിക്കുന്നവർക്ക് അറിയാം. നമ്മൾ അങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തില്ലാത്ത ചൊറിച്ചിൽ വരും. ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ശരീരമൊക്കെ ഭയങ്കര കളിപ്പീരാണ്. നമ്മളെ കുരങ്ങ് കളിപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനുമാണ്. അവരെ രണ്ടുപേരെയും പോലും നിയന്ത്രിക്കാതെയാണ് നമ്മൾ ഇന്ത്യ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ പോകുന്നു, പാകിസ്ഥാൻ ഇന്ത്യയെ നിയന്ത്രിക്കാൻ പോകുന്നു. നമുക്ക് നമ്മുടെ കാലിനെയോ കൈയിനെയോ നമ്മുടെ കണ്ണിനെയോ നമ്മുടെ ഒരു ചെറു വിരലിനെ പോലും നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല. അവര് പറയുന്നത് നമ്മളെ കേട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നാം തരം ഒരു അടിമയാണ്. അത് ഇവരാണ് നമ്മളെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. ചെയ്യേണ്ടത് നേരെ തിരിച്ചാവണമെന്നാ. സമാധാനം വേണോ, മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു ചെയ്യണം. തിരിച്ചു ചെയ്യണമെങ്കിൽ അതിന് ഈശ്വരന്റെ സഹായവും കൂടെ വേണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അതിന് അങ്ങനെയൊക്കെ വന്നാലേ ഈ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും കൂടെ മോഹങ്ങളുടെയും ആഗ്രഹങ്ങളെയും പുറകെ നമ്മളെ ഓട്ടിക്കുന്നത് ക്രമേണ അവസാനിപ്പിക്കുള്ളൂ. അതിന് ആദ്യം എന്ത് വേണം? ഇത് അറിയണം. ഇപ്പൊ അറിയുന്ന കാര്യം നമ്മൾ അറിയണം. ഇതെവിടെ നിന്നറിയും? ഇതിപ്പോ ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. ആര് പറഞ്ഞു തരുന്നു? എവിടെ നമ്മൾ വായിക്കുന്നു? എവിടെ ഇരിക്കുന്നു? ആഗ്രഹങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കണം എന്നൊക്കെ ഒരു സെന്റൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. വാസ്തവത്തിൽ എന്താ? നമ്മുടെ ആഗ്രഹത്തിന്റെ ഉത്ഭവസ്ഥാനം നമ്മുടെ ശരീരവും ഇന്ദ്രിയങ്ങളുമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും നമുക്ക് വേണമെന്നാണ് ഇന്ദ്രിയം പറയാണ്. അവിടെ അറിയിക്കും, അകത്ത് മനസ്സിനോട് പറയും, ഇതാ ഒരു വലിയ ഒന്നാം തരം ഒരു പൂവ്, റോസാപ്പൂ നിൽക്കുന്നു, അല്ല അതിമനോഹരമാണ് എന്ന് പറയുന്നു. ചുറ്റിലും നോക്കുന്നു, ആരും കാണുന്നില്ല, ഉടമസ്ഥനില്ല, ആരുമില്ല. പിന്നെ എന്താണ് പരിപാടി? അതൊക്കെ ചെന്ന് ആദ്യം കുറെ നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നു, പിന്നെ മണപ്പിക്കുന്നു, അതായത് നമ്മുടെ മൂക്ക് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നോക്കിയിട്ട് പതുക്കെ അതിന് എനിക്കെല്ലാം വേണമെന്നാണ്. അത് നമ്മൾ ഇങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, എക്സാമ്പിളാണ്. ഇത് നിസ്സാര ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ലോകത്ത് എന്ത് കണ്ടാലും അത് എനിക്ക് വേണം എന്ന് പറയുന്ന മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഒന്ന് അറിഞ്ഞിരിക്കുക, സൂക്ഷിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, ഇത് അറിഞ്ഞിരിക്കുക. ഈ അറിയണത് തന്നെ നല്ലതാണ്. വഴിയെ പോകുമ്പോൾ റോസാപ്പൂവ് കാണുമ്പോൾ അത് എനിക്ക് വേണമെന്ന് നമ്മുടെ മനസ്സ് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, അവന്റെ പണി തുടങ്ങി. പലരുടെയും മുൻതോട്ടത്തിൽ അവർ പാടുപെട്ട് നിർത്തിയിരിക്കുന്ന റോസാപ്പൂ വേണമെന്നാണ്. എല്ലാം ഇത് തന്നെയാണ്. എല്ലാം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? ഈ ലോകം മുഴുവനും നമുക്ക് വേണം നമ്മൾ പറയുകയാണ്. നമുക്കത് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമുക്കെല്ലാം വേണം, എല്ലാം നമുക്ക് വേണം എന്നുള്ള ഈ ആഗ്രഹം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ അതികഠിനമായി മോഹങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പിന്നാലെ പോകാതിരിക്കുക. ഇനി ഒരാഗ്രഹം ഉണ്ടായി, നമുക്കിപ്പോ അനുഭവമുള്ള കാര്യമാണ്. ഒരാഗ്രഹമുണ്ടായി, വളരെയധികം ശ്രമിച്ച് നമ്മളത് നേടി. അത് നേടിക്കഴിയുമ്പോൾ കുറച്ചു നേരം ഒരു സന്തോഷം, കുറച്ചു നേരം. അത് കഴിഞ്ഞിട്ട് എന്താ? അതങ്ങ് തീർന്നു. അത് തീർന്നിട്ട് അതിനേക്കാൾ രൂക്ഷമായ മറ്റൊരാഗ്രഹം, മറ്റൊരു മോഹം. ഒന്നല്ലല്ലോ, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു മോഹമോ ഒരു വ്യാമോഹമോ ഒരു തൃഷ്ണയോ പ്രലോഭനമോ നമ്മൾ എങ്ങനെയെങ്കിലും പാടുപെട്ട് ഒപ്പിച്ചാലും നമുക്ക് നമ്മുടെ ധാരണ എന്താണ്? ഒരാഗ്രഹം പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ 5 ആഗ്രഹം പൂർത്തീകരിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും. ആ സമാധാനത്തോടെ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുമെന്നാണ്. അതിനുവേണ്ടിയാണ് പാവം നമ്മൾ ഇതിന് ഓടുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് സമാധാനം കിട്ടും, എനിക്കൊരു സ്വസ്ഥമായ ജീവിതം കിട്ടും. നമുക്ക് ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. നമ്മൾ ധാരാളം ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്, ചെറുതും വലുതും, പ്രത്യേകിച്ച് ചെറുതെങ്കിലും. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വസ്ഥത കിട്ടുന്നില്ല. ഈ ലോകത്ത് ആഗ്രഹങ്ങളും മോഹങ്ങളും വ്യാമോഹങ്ങളും പൂർത്തീകരിച്ച ആർക്കും അവർ വിചാരിക്കുന്നത് പോലെയൊന്നും സ്വസ്ഥത കിട്ടില്ല എന്നും കൂടെ നമ്മൾ അറിയുക. പകരം സ്വസ്ഥത കിട്ടണമെങ്കിൽ നമ്മൾ ഈ വ്യാമോഹങ്ങളുടെയും മോഹങ്ങളുടെയും പിന്നാലെ പോകാതിരിക്കുന്നത് അവസാനിപ്പിക്കണം. അല്ലാതെ അത് പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അത് കുറേയൊക്കെ നമ്മൾ പൂർത്തീകരിച്ചല്ലോ, ആവശ്യത്തിനൊക്കെ ആയല്ലോ.
പകരം ഇനിയുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് ഞാൻ ശാന്തമായി സമാധാനമായി കുറച്ചു കാലം ജീവിക്കാം എന്നൊരു ചിന്ത വെറുതെയാണ്. പകരം ഒരൊറ്റ മാർഗമേ ഉള്ളൂ, വ്യാമോഹങ്ങളും മോഹങ്ങളും എല്ലാം കട്ട് ചെയ്ത് നിർത്തുക, അത് അങ്ങോട്ടേക്ക് നോക്കാതിരിക്കുക. എനിക്കുള്ളത് മതി, ഉള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു, ഇനി ഇത് മതി, ഞാൻ വല്ല നാമമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം എടുക്കുന്നവർക്ക് മാത്രമേ സമാധാനവും ശാന്തിയും എന്തെന്നറിയാൻ പറ്റുള്ളൂ. അല്ലാതെ മോഹങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നമുക്ക് സമാധാനം വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരിക്കലും മോഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാറില്ല. നമ്മൾ അഗ്നിയിൽ തീ അണയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ നെയ്യ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഇരിക്കും. ഒന്നാമത് മനസ്സൊരു അഗ്നികുണ്ഡമാണ്. അതിനകത്ത് നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾക്ക് തീ ഇങ്ങനെ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓരോ നേരത്ത് ഇട്ടു കൊടുത്താൽ അത് വീണ്ടും ആളിക്കത്തും. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മനസ്സ് ആ ആഗ്രഹത്തിനെ കളഞ്ഞിട്ട് വേറെ ആഗ്രഹങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോഹങ്ങളും വ്യാമോഹങ്ങളും പൂർത്തീകരിച്ചിട്ട് നമുക്കൊരു സമാധാനം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. കാരണം എങ്ങനെ അതികഠിനമായി നമ്മൾ നമ്മുടെ മോഹങ്ങളെ പൂർത്തീകരിച്ചാലും ഒടുവിൽ ഒരു ശൂന്യത മാത്രം ബാക്കി. നമ്മൾ എത്രയോ ഇത്തിരി പ്രായമുള്ളവർക്ക് അറിയാമല്ലോ, നമ്മൾ എന്തെല്ലാം മോഹങ്ങൾ, എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചു നോക്കി. ആ ശരീരത്തിന്റെ ആയാലും മനസ്സിന്റെ ആയാലും സമൂഹത്തിന്റെ ആയാലും ബന്ധുക്കളുടെ ആയാലും എന്തെല്ലാം. എന്നിട്ടെന്താ, നമുക്കിപ്പോഴും അസ്വസ്ഥതയ്ക്ക് ഒരു കുറവുമില്ല, സമാധാനം നമ്മളെ അടുത്ത് എത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ചതുപോലെ അത് ഈ പറഞ്ഞതൊന്നും പകരം മിക്കതും നമുക്ക് തരുന്നത് ദുഃഖമാണ്. നമ്മൾ പൂർത്തീകരിച്ച മിക്ക ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കിട്ടുന്നത് ദുഃഖമാണ്. നമ്മൾ ആ ദുഃഖം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതാ. നമ്മൾ വലിയ കാര്യമായിട്ട് പാടുപെട്ട് സുഖം നേടി, ആ സുഖം നേടി കുറച്ച് സുഖിച്ചിട്ട് പിന്നെ നമ്മൾ അതിന്റെ ദുഃഖമാണ് അനുഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ വേറൊരു മോഡലാണ് ഇവിടെ പറയുന്ന മോഹങ്ങളും ആഗ്രഹങ്ങളും. അമിതമായ ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ പിന്നാലെ പാഞ്ഞ് അതിനെ പൂർത്തീകരിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കുക. ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ഏറ്റവും മിനിമം എന്തെന്ന് നോക്കിയിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ, സമൂഹത്തിനെ അറിയിക്കാൻ, അവര് നമ്മൾക്ക് ജയ് വിളിക്കാൻ, അവര് നമ്മളുടെ സർട്ടിഫിക്കറ്റ് തരാൻ, അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നമ്മൾ ജീവിക്കാതിരിക്കുക. ആ സമൂഹത്തിനെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് ജീവിച്ച് സമാധാനം നേടാം എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. കാരണം അങ്ങനെ ഒരു സമാധാനം ഭൂമിയിൽ നിലവിലില്ല. അത് വെറും മായാ സംവിധാനമാണ്. അത് മോഹങ്ങളാണ്, അത് വ്യാമോഹങ്ങളാണ്, അത് വ്യർത്ഥങ്ങളാണ്, അത് യൂസ്ലെസ് ആണ്, അതായത് ശൂന്യമാണ്. അവസാനം നമ്മൾ എത്തുന്നത് ശൂന്യതയിലാണ്, സമാധാനത്തിൽ അല്ല. ശൂന്യതയിൽ സമാധാനം ഉണ്ടാവും, അത് ആഗ്രഹ ലെസ്സായിരിക്കണം. ആഗ്രഹങ്ങൾ നമ്മൾ മരണം വരെ നമുക്ക് ഉണ്ടാവാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലെയും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, അത് ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊരിക്കലും മോഹത്തിലോട്ടോ വ്യാമോഹത്തിലോട്ടോ പോകാതിരിക്കുക. നമ്മൾ വളരെ കഠിനമായി ശ്രമിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എങ്കിൽ ഒരു പ്രത്യേക പ്രായമെങ്കിലും കഴിഞ്ഞിട്ട് അതിനെ അങ്ങ് അവസാനിപ്പിക്കുക, അത് വേണ്ടെന്ന് വെക്കുക.